ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ ഫയർഫോഴ്സിന് സ്വന്തമായ ഓഫീസ് കെട്ടിടമെന്ന ആവശ്യം യാഥാർത്ഥ്യമാവുന്നു. 3 കോടി രൂപ ചെലവിലാണ് പുതിയ അഗ്നിരക്ഷാ നിലയം നിർമ്മിക്കുന്നത്. ഇതിനായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകി. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ വേണം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ. അതുകൊണ്ട് തന്നെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിച്ചത്. വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പലപ്പോഴും പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഫയർഫോഴ്സ് അനുവദിച്ചപ്പോൾ തന്നെ 3 കോടി രൂപയും കെട്ടിട നിർമ്മാണത്തിനായി ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലം ലഭ്യമാകാതിരുന്നത് തടസ്സം സൃഷ്ടിച്ചു. തുടർന്നാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ മത്സ്യ മാർക്കറ്റിന്റെ സ്ഥലത്ത് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായി ടെൻഡർ നടപടി പൂർത്തിയായതോടെയാണ് പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. അത് പൂർത്തീകരിച്ചു. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തീകരിക്കുക മാത്രമല്ല, അതിനുവേണ്ടി സ്വന്തമായിട്ടുള്ള കെട്ടിടം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും 3 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം, പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് പട്ടാമ്പി, അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫയർ സ്റ്റേഷൻ്റെ കെട്ടിടം ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. മെയ് 2nd വീക്കോടുകൂടി അതിന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കൊടലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ സ്ഥലപരിമിതിയാൽ ഉദ്യോഗസ്ഥർ വീർപ്പ് മുട്ടുകയാണ്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കി സേന നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനാണ് ലക്ഷ്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.